ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മുടെ യമഹ Rx135 5 സ്പീഡിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് യമഹ Rx135 5 സ്പീഡിൻ്റെ മൈലേജാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. 2 സ്റ്റോക്ക് ബൈക്കുകൾ ഇതിന് മുന്നേ നമ്മൾ മൈലേജ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് 4 സ്പീഡ് ആയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ യമഹ Rx135 5 സ്പീഡിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ യമഹ Rx135 5 സ്പീഡിൻ്റെ മൈലേജാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോവും കൂടെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സമയം ലാഗാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, അപ്പോൾ നമുക്ക് മൈലേജ് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് പെട്രോൾ ഇരിക്കുന്നുണ്ട് ടാങ്കിൽ. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കണം. അതുപോലെ തന്നെ കാർബേറ്ററിലുള്ള പെട്രോൾ ജസ്റ്റ് ഒന്ന് ത്രോട്ടിലടിച്ച് കളയണം. എന്നിട്ടാണ് നമുക്ക് 1/2 ലിറ്റർ പെട്രോൾ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും എന്ന് നോക്കാനുള്ളത്. ആ ഒരു 1/2 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് ഓടുന്ന മൈലേജിൻ്റെ ഡബിളായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ആക്ച്വൽ മൈലേജ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഇതിൽ അധികമൊന്നുമില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഏകദേശം അടി എത്തിയിട്ടുണ്ട്. ടാങ്കിലുള്ള കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് കാർബേറ്ററിലുള്ള പെട്രോളും കൂടെ ത്രോട്ടിലടിച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് മൈലേജ് ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ മീറ്റർ കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ സ്പീഡോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കാം എത്ര കിട്ടുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാങ്കിൽ പെട്രോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാർബേറ്ററിലെ പെട്രോൾ കംപ്ലീറ്റ് ത്രോട്ടിലടിച്ച് കളയണം. ഓക്കെ, എത്ര കിട്ടും എന്നറിയില്ല. സ്റ്റോക്ക് ബൈക്കുകളിൽ മൈലേജ് കുറവുള്ള ഒരു വാഹനം കൂടിയാണ് നമ്മുടെ യമഹ Rx135 5 സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാർബേറ്ററിലെ പെട്രോൾ കളയാം. സൗണ്ട് ഭീമാകാരമാണ് കേട്ടോ വണ്ടിയുടെ. ഓഫായിട്ടോ, നോക്കട്ടെ, കുറച്ചുകൂടെ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞിട്ടോ. ഓക്കെ, ഇനി നമുക്ക് 1/2 ലിറ്റർ പെട്രോൾ ഇതിലേക്ക് ഒഴിക്കണം. ഇനി ഓവർ സ്റ്റാർട്ട് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടാണ് ആ കളി നടത്താത്തത്. ഓക്കെ, ഇത് 1/2 ലിറ്റർ പെട്രോൾ കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 1/2 ലിറ്റർ പെട്രോൾ ഇതിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മളിത് 1/2 ലിറ്റർ പെട്രോൾ വണ്ടിയിലേക്ക് ഒഴിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പെട്രോൾ വണ്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം എത്ര കിലോമീറ്റർ ഓടുമെന്നുള്ളത്. അതിന് മുന്നേ നമുക്ക് സ്പീഡോമീറ്റർ ഒന്ന് സെറ്റ് ചെയ്യണം. ലൊക്കേഷൻ സ്റ്റാർട്ട് ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിലോമീറ്റർ ഓടാം. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ ഓടുകയാണ്. എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും നോക്കാം. 1/2 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ആണോ ഓടുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ 1 ലിറ്റർ വെച്ചിട്ട് ഓടുന്ന മൈലേജ് എന്ന് പറയുന്നത്. മൈലേജ് കുറയാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്ര കിട്ടും എന്നുള്ളത്. എന്തായാലും 135 4 സ്പീഡിൻ്റെ ആ ഒരു മൈലേജ് എന്തായാലും 135 5 സ്പീഡിന് പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ജെനുവനായിട്ടുള്ള 5 സ്പീഡിന് എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എക്കണോമി മോഡിലിട്ടിട്ടാണ് നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ എക്കണോമി മോഡെന്ന് പറയുന്നത് 60 വരെയാണ് കേട്ടോ. ശരിക്കും 2 സ്റ്റോക്ക് ബൈക്കുകളിൽ 4 സ്പീഡ് തന്നെ ധാരാളമാണ്.
ഓ, ആ പണിയേ നടക്കുകയുള്ളൂ. വരുന്ന നോക്കിയാൽ അത്രയും സ്പേസ് ഉണ്ടായിട്ട് നമ്മളെ കവർ ചെയ്തിട്ട് തന്നെ അവൻ വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. എന്നിട്ട് എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കട്ടെ. പിന്നെ 5 സ്പീഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോടാണ്, 5 സ്പീഡ് ആണെങ്കിലും 2 സ്ട്രോക്ക് ആണെങ്കിലും നിങ്ങൾ 2 സ്ട്രോക്ക് ബൈക്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് മൈലേജ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. അതിൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് മാത്രം എടുക്കുക. ആ ഒരു വണ്ടിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 2 സ്ട്രോക്ക് ബൈക്ക് എടുത്ത് യൂസ് ചെയ്യാം. അതല്ല നമ്മുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് മാത്രമായിട്ടൊരു 2 സ്ട്രോക്ക് ബൈക്ക് എന്നുള്ളൊരു കാഴ്ചപ്പാടിലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പിന്നെ 2 സ്ട്രോക്കിൻ്റെ വില പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുപോലെ ഞാൻ ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോസ് എടുക്കുന്ന ടൈമിലും ഇടുന്ന ടൈമിലൊക്കെ പറയുന്നൊരു കാര്യമാണ് 30,000 രൂപയ്ക്ക് എടുത്തിട്ട് ഒരു 10,000 രൂപയ്ക്ക് പണി എടുപ്പിച്ചാൽ മതി എന്നുള്ളത്. 30,000 രൂപയ്ക്ക് കിട്ടുന്ന വണ്ടി നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് പണിയാൻ തന്നെ നേരം കിട്ടുള്ളൂ. അപ്പോൾ നല്ല വണ്ടികൾ എടുക്കുക. അതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടികൾ എടുക്കണം എന്ന് ഞാൻ പറയില്ല. എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും വണ്ടി നല്ല രീതിയിൽ നോക്കിയിട്ട് എടുക്കുക. അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കാർബറേറ്ററിന് പ്രശ്നങ്ങളുണ്ടോ, വലിവ് കമ്മി ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ടീഷനുള്ള വണ്ടികൾ, ഇപ്പോൾ റേറ്റ് കൂടുതലായാലും കണ്ടീഷനുള്ള വണ്ടികൾ എടുക്കുക. അതാകുമ്പോൾ പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ അതിന് മേജറായിട്ടുള്ള പണികളൊന്നും വരത്തില്ല. കാരണം അത്രയും വർഷമുള്ള പഴക്കമുള്ള വാഹനങ്ങളാണ്, 35-36 വർഷം പഴക്കമുള്ള വാഹനങ്ങളായിരിക്കും ഒരു 2 സ്ട്രോക്ക് ബൈക്ക് നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ബൈക്ക് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം 2 സ്ട്രോക്ക് ബൈക്ക് എടുക്കുക എന്നുള്ളതാണ് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയിട്ടുണ്ടാവും. നമ്മളിത് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഊഹം വെച്ച് പറയുന്നത് കേട്ടോ. പിന്നെ 2 സ്ട്രോക്ക് ബൈക്കുകൾ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ മൈലേജ് ഇല്ല എന്ന് പറഞ്ഞ് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. മൈലേജ് ഇല്ലാത്ത കാരണം നിങ്ങൾ ആ വണ്ടിയുടെ യൂസിങ് കൊണ്ട് തന്നെയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വാഹനം 70-80 നിങ്ങൾ ആ വാഹനം ഓടിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. അതൊന്നും ചെക്ക് ചെയ്യാതെ നിങ്ങൾ മൈലേജ് ഇല്ല എന്നും പറഞ്ഞ് വണ്ടികൾ കൊടുക്കാൻ നിൽക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ആ വണ്ടിയോട് ചെയ്യുന്ന ഒരു ചതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു വണ്ടിയുടെ ആക്ച്വൽ പ്രോപ്പറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് തീർത്ത് കഴിഞ്ഞാൽ ചെറിയ കാരണങ്ങൾക്ക് തന്നെ മൈലേജ് ഷോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഉദാഹരണത്തിന് എയർ ഫിൽറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മൈലേജ് ഷോട്ട് വരാം. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ, വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വൽ കംപ്ലയിൻറ്റ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു വണ്ടിക്ക് എത്ര മൈലേജ് ഇനി ഭാവിയിൽ കിട്ടും, അല്ലെങ്കിൽ മൈലേജ് ഷോട്ട് വരുന്നത് ഇതാണ് കാരണം എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അല്ലാതെ വണ്ടിക്ക് മൈലേജ് ഷോട്ട് വരുന്നതോട് കൂടിയിട്ട് വണ്ടി വിൽക്കുന്ന ആളുകളോടാണ് നിങ്ങൾ ആ വണ്ടിയോട് കൊടും ചതിയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു വാഹനത്തിൽ 5 സ്പീഡിൽ പൊതുവേ മൈലേജ് കുറയാനുള്ള ചാൻസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഓടിച്ച 5 സ്പീഡിലൊക്കെ ഏകദേശം മൈലേജ് കുറവാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിനും മൈലേജ് കുറയാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്ര കിട്ടും എന്നുള്ളത്. 2 സ്ട്രോക്ക് ബൈക്കുകളുടെ പൊതുവേ മൈലേജ് ഷോട്ട് വരാൻ പല കാരണങ്ങളാണ്. അതിൽ ഫസ്റ്റ് കാരണമാണ് നിങ്ങൾ ആ ഒരു വാഹനം ഓടിക്കുന്ന രീതി എന്ന് പറയുന്നത്. നിങ്ങൾ ഓടിക്കുന്നത് 70-80 സ്ഥിരത്തിൽ ഓടിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 70 എബോ ആണ് നിങ്ങൾ ഓടിക്കുന്നത് എങ്കിൽ ആ ഒരു രീതിയിലുള്ള മൈലേജ് ആയിരിക്കും ആ ഒരു വണ്ടിക്ക് കിട്ടുന്നത്. നമ്മൾ എത്രയാണോ ഈ ഒരു ആക്സിലേറ്റർ കൊടുക്കുന്നത് അതിനനുസരിച്ച് എഞ്ചിനിലേക്ക് ഫ്യൂൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് ബൈക്കാണെങ്കിലും, 2 സ്ട്രോക്ക് ബൈക്കാണെങ്കിലും 4 സ്ട്രോക്ക് ബൈക്കാണെങ്കിലും നമ്മൾ എത്രയാണോ ത്രോട്ടിൽ കൊടുക്കുന്നത് അതിനനുസരിച്ച് എഞ്ചിനിലേക്ക് ഫ്യൂവൽ ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മൈലേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. വണ്ടിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ കാഴ്ചവെക്കുന്നുണ്ടാവും, പക്ഷേ മൈലേജ് ഷോട്ട് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം മൈലേജ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോഴും ഒരു 40-50 ആ ഒരു റേഞ്ചിൽ, മാക്സിമം 55 വരെ മാത്രം കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, ആക്ച്വൽ മൈലേജ് ആണോ. എന്നിട്ട് നിങ്ങൾ വർക്ക്ഷോപ്പിൽ പ്രോപ്പറായിട്ടുള്ള ഒരു 2 സ്ട്രോക്ക് മെക്കാനിക്കിനെ കാണിച്ചിട്ട് എന്താണ് പ്രോബ്ലം, മൈലേജ് ഷോട്ട് ഉണ്ടെങ്കിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടിക്കാണോ അതോ നമ്മൾ ഓടിക്കുന്ന ശൈലിക്കാണോ എന്തിനാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മൈലേജ് ഷോട്ട് വരാൻ കുറേ കാരണങ്ങളുണ്ട്. കൂടുതലായിട്ട് പറയാൻ നിന്നാൽ അതിനായിട്ട് തന്നെ ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മെയിനായിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വണ്ടിയുടെ കാർബറേറ്ററിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വണ്ടിക്ക് വലിവ് കമ്മി കാണും. അതുപോലെ തന്നെ എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വണ്ടിയുടെ കാർബറേറ്ററിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരും.
അപ്പോൾ അതൊക്കെ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ പരിഹരിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ 5 സ്പീഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ 5 സ്പീഡിന് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഷോട്ട് ഉണ്ട്. ഓൾറെഡി കമ്പനി മൈലേജ് കുറച്ചിട്ടാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് 4 സ്പീഡിനേക്കാൾ ഡബിൾ പെർഫോമൻസാണ് 5 സ്പീഡ് കാഴ്ചവെക്കുക. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ളൊരു മൈലേജ് ആയിരിക്കും ഈ ഒരു വാഹനത്തിന് ലഭിക്കുക എന്നർത്ഥം. ഇവിടെ യമഹ RD350യുടെ മൈലേജ് ചെക്ക് ചെയ്ത പോലെ ആവോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. യമഹ RD350ക്ക് നമുക്ക് ഏകദേശം 12 മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നത്. എന്തായാലും അതിനേക്കാൾ കൂടുതൽ മൈലേജ് എന്തായാലും ഈ ഒരു വാഹനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ യാതൊരു രീതിയിലുള്ള മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ 8 കിലോമീറ്ററോളം ഏകദേശം ഓടിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മിസ്സിങ് വരുമോ എന്ന് നോക്കാം. ഫൈവ് സ്പീഡ് ഓടിക്കാൻ തന്നെ വേറൊരു പെർഫോമൻസാണ് കേട്ടോ. നമ്മൾ 4 സ്പീഡ് ഓടിച്ച് ശീലിച്ച ആളുകൾ 5 സ്പീഡ് ഒന്ന് ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത്. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ സർവീസ് ബുക്ക് അടക്കം കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. RJയിൽ KLക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമ്മുടെ മുജീബ്ഖാൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ അതാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ മൈലേജ് ടെസ്റ്റ് ചെയ്യാനും കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും യാതൊരു രീതിയിലുള്ള മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ചുവടുവെപ്പിൽ നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ വന്ന സ്ഥലത്തിന് തിരിച്ചു പോയി നോക്കാം. ഈ മൈലേജ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് കേട്ടോ. നല്ല എഫേർട്ട് ഉണ്ട് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട്. കാരണം മൈലേജ് ഊറ്റിയെടുക്കണം, പെട്രോൾ വാങ്ങിക്കൊണ്ടിരണം, 1/2 ലിറ്റർ പെട്രോൾ ഒഴിച്ച് അത് ഓടിച്ച് കിലോമീറ്ററുകളോളം ഓടിച്ചിട്ട്, അതായത് ഒരു വീഡിയോ എടുക്കാൻ തന്നെ നല്ല രീതിയിൽ കഷ്ടപ്പാടാണ്. കാരണം ഈ പെട്രോളും പിടിച്ച് നമ്മളിത് ഓടിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. വണ്ടിക്ക് യാതൊരു രീതിയിലുള്ള കുലുക്കും കാണുന്നില്ല. ഗൈസ്, അങ്ങനെ ഏകദേശം നമ്മളൊരു 13 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് സ്പീഡോമീറ്ററിൽ നോക്കിയിട്ടാണോ പറയുന്നത്. ഞാൻ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് സ്പീഡോമീറ്റർ നോക്കിയിട്ടാണിത് പറയുന്നത്, അല്ലാതെ എനിക്ക് തോന്നിയ ഒരു കണക്ക് പറയല്ല. ടൂ സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളോട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് വണ്ടികൾ ഓവർ സ്പീഡ് കയറിയിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നിർത്തുക. ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഓ മൈ ഗോഡ്, ഓഫായി. കറക്റ്റ് ടൈമിൽ വണ്ടിയുടെ ബസ്സിൻ്റെ മൂട്ടിൽ തന്നെ ഓഫായിട്ടോ. അവിടെ നിന്ന് തന്നെ ആ ഒരു കഴറ്റും കയറിയപ്പോൾ തന്നെ മിസ്സിങ് വന്നിരുന്നു. നമ്മൾ കുറച്ച് മുന്നോട്ടെടുക്കാം. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. വണ്ടി ഒന്ന് കിക്കർ അടിച്ച് നോക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യോ, ക്ലച്ചിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ഓഫായതാൻ പറയുന്നത്. നോ റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏകദേശം 13.5 കിലോമീറ്ററാണ് നമ്മൾ 1/2 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് യമഹ Rx135 ഓടിച്ചിട്ടുള്ളത്. 13 പറയുമ്പോൾ ഏകദേശം 12, 24, 25 സംതിങ് ആണ് നമ്മൾ 1 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് ഈ ഒരു വാഹനം ഓടിക്കാൻ കഴിയുക. അത്രേ തന്നെ ഓടിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനേക്കാൾ മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ ഉണ്ടാവാം.
അതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതിനേക്കാൾ മൈലേജ് കുറവുള്ള വാഹനങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും, വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ആ ഒരു കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള മൈലേജാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. 13.5 ആണ് നമ്മൾ 1/2 ലിറ്റർ പെട്രോൾ വെച്ചിട്ട് ഈ ഒരു വാഹനം ഓടിച്ച് തീർത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, മൈലേജ് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാർബറേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം വേണം നിങ്ങൾ മൈലേജ് ചെക്ക് ചെയ്യാനായിട്ട്. പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്, എക്കണോമി മോഡിൽ ഓടിച്ചിട്ട് മാത്രം മൈലേജ് ചെക്ക് ചെയ്യുക. അപ്പോഴേ മൈലേജ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആക്സിലേറ്റർ എത്രയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് മൈലേജ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള മൈലേജും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ സൈനിങ് ഓഫ് ഭാഷ മുഹമ്മദ്. ബൈ.